ഹായ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് എക്സാമിന്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യുന്നത്. അറിയാം, 2 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആണ് സെറ്റിന്റെ. എനിവേ ബാക്കിയുള്ള പാർട്ടും കൂടെ ഞാൻ സമയം പോലെ ഇട്ടേക്കാം ഫോർ ദ നെക്സ്റ്റ് ഇയർ സെറ്റ് എക്സാം സ്റ്റുഡൻസ് ഓൾസോ. ഓക്കെ, നമ്മൾ കുറച്ച് താമസിച്ചു പോയി സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ നല്ല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിപ്പോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചു പോയി. എനിവേ ഇതുകൂടി കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ പതിയെ ചെയ്തിടും ഫോർ നെക്സ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓൾസോ ആൻഡ് ഓൾസോ ആരോ എക്സാം സ്റ്റുഡൻസ്. അപ്പോ എപ്പോഴും പറയുന്ന പോലെ റിസർച്ച് ഓഫീസറിന് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കമ്പൽസറി ആയിട്ടും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും നിങ്ങളുടെ നോളജിൽ. ഓക്കെ, so we move on to the first question. From a finite population of size capital N is equal to 100, a systematic sample of size 10 is taken where k is a positive integer. Let draw denote the intra-class correlation coefficient between pairs of units within a systematic sample. Then systematic sampling is more efficient than simple random sampling without replacement if. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മള് S6-ല് നമ്മള് ഡിഗ്രി 6th സെമസ്റ്ററിൽ സാമ്പിളിങ്ങിന്റെ ഒരു പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്, സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ്. അതിൽ നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ സർവേ മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പ്രൊസീജിയർ എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് systematic sampling is more efficient than simple random sampling without replacement if എപ്പോഴാ അവിടെ നമ്മൾ ഒരുപാട് റിസൾട്ട്, ആക്ച്വലി സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇൻട്രാ ക്ലാസ് കോറിലേഷൻ കോഎഫിഷ്യന്റിലെ വേരിയൻസിന് ഇക്വേഷൻ ഉണ്ട്. അതേപോലെ വേരിയൻസ് എമംഗ് യൂണിറ്റുകൾക്ക് ഒരു വേരിയൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ എഫിഷ്യൻസിക്ക് പല പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ റിസൾട്ട്സ് വരുന്ന ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അവിടെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിനേക്കാളും മോർ എഫിഷ്യന്റ് ആകുന്നത് ഇൻട്രാ ക്ലാസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള റോ എന്താകുമ്പോഴാണ്. ഇത് അറിയാത്ത ആൾക്കാർ പഠിച്ചു വെച്ചോ, റോ ലെസ് ദാൻ -1/n-1 വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മോർ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും മറക്കരുത്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് കൂടുതൽ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത് റോ ലെസ് ദാൻ -1/n-1 ആവുന്ന സമയത്താണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് സിംപ്ലി നമുക്ക് അപ്ലൈ ആവുന്നതേ ഉള്ളൂ. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 100 ആണ്. സോ റോ ലെസ് ദാൻ -1/100 - 1 that is 99. So the answer is option B, റോ ലെസ് ദാൻ -1/99. അപ്പോ ഇതൊന്നുമില്ല, നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് വെറുതെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ കൂടുതൽ റിസൾട്ടുകൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് സർവേ മെത്തേഡ്സിന്റെ പ്ലേലിസ്റ്റ് പോയി നോക്കുക. അതിൽ നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിന്റെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് സർവേസിന്റെ പ്ലേലിസ്റ്റും കൂടെ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, second question. A ratio estimator is less precise than simple random sampling without replacement if coefficient of variation of auxiliary variate is more than that of the variate under study, less than that of the variate under study, less than twice the coefficient of variation of the variate under study, more than twice the coefficient of variation of the variate under study. ഈ 4 ഓപ്ഷനിൽ ഏതാണ് വരാം? അപ്പോൾ റേഷ്യോ എസ്റ്റിമേറ്റർ. അപ്പൊ ഈ സാമ്പിളിംഗ് സർവേ മെത്തേഡ്സിന്റെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സാമ്പിളിംഗ് സർവേ മെത്തേഡ്സിന്റെ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ കൂടുതലും ഈ എഫിഷ്യൻസി കമ്പാരിസൺ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. എന്നുവെച്ചാൽ ബാക്കിയുള്ളത് വരില്ല എന്നല്ല, കുറച്ച് എന്താ പറയാ
നല്ല ആൾക്കാരാണ്, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ നല്ല ടഫ് ആയിട്ടിരുന്ന ആൾക്കാരാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും എഫിഷ്യൻസി കമ്പാരിസൺ ചെയ്യുന്ന 1, 2, 3 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ സാമ്പിളിംഗ് സർവേ മെത്തേഡ്സിന്റെ. ഓക്കെ, അപ്പോൾ റേഷ്യോ എസ്റ്റിമേറ്റർ ഇസ് ലെസ് പ്രിസൈസ് ദാൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിനേക്കാളും ലെസ് പ്രിസൈസ് ആണ്, മോർ പ്രിസൈസ് അല്ല. അപ്പോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ ചുമ്മാതെ വായിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും കമ്പാരിസണിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ എഫിഷ്യന്റ് ഏതാണ് അതാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത്. പക്ഷെ ഇവിടെ ലെസ് പ്രിസൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഓക്സിലറി വേരിയേറ്റ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഓക്സിലറി വേരിയേറ്റ് എന്താവുമ്പോഴാണ്? അതായത് റേഷ്യോ എസ്റ്റിമേറ്റർ ഇസ് മോർ എഫിഷ്യന്റ് ദാൻ ദ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് if എന്താണ് ഇതിന്റെ ആൻസർ? ആക്ച്വലി ഇതിന്റെ തിയറി ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ്. മോർ ദാൻ ട്വൈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ദ വേരിയേറ്റ് അണ്ടർ സ്റ്റഡി. മോർ ദാൻ ട്വൈസ് ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോ. മോർ ദാൻ ട്വൈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ദ വേരിയേറ്റ് അണ്ടർ സ്റ്റഡി. ഓക്കെ, more than twice the coefficient of variation of the variate under study. Third question. This is also very simple question and direct question. Which of the following methods is or are onno allengil adil koodudalo are used to draw a sample under PPS with replacement? അപ്പോൾ ഈ തന്നിരിക്കുന്നതില് PPS സാമ്പിളിംഗ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. PPS എന്താണെന്ന് അറിയാലോ? ഇത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. PPS സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന യൂണിറ്റിന്റെ സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് പ്രോബബിലിറ്റി അസൈൻ ചെയ്യുന്ന മെത്തേഡുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ സർവേ മെത്തേഡ്സിനെയാണ് നമ്മൾ PPS സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ PPS വിത്ത് റീപ്ലേസ്മെന്റിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഡിഗ്രിക്ക് സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ് അല്ലെങ്കിൽ PPS സാമ്പിളിംഗ് എവിടെ പഠിച്ചാലും അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഡ്രോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ലോട്ടറി മെത്തേഡ്, പിന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന്റെ ആണ്. അതേപോലെ ക്യുമുലേറ്റീവ് ടോട്ടൽ മെത്തേഡും ലാഹിരീസ് മെത്തേഡും നമ്മുടെ PPS സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ആണ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോ പഠിച്ചോളാം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോ 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇത് മറക്കരുത്. Fourth question. Let x1, x2, x3 be 3 variables with correlation between x1 and x2 is equal to 0.4, x1 and x3 is equal to 0.6, and correlation between x3 and x2 is equal to 0.8. Then what is the partial correlation between x1 and x2 after eliminating the effect of x3? This is also very simple and direct question. അറിയാലോ പാർഷ്യൽ കോറിലേഷൻ എന്താണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താന്നൊക്കെ അറിയാലോ. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കിയാൽ മതി. അതിലെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷന്റെ അത്യാവശ്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെയാണ്. അതായത് നമുക്കിപ്പോ രണ്ടോ അതിൽ കൂടുതലോ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫാമിംഗ് ചെയ്യുന്നു, അവിടെ ഈൽഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാനുവേഴ്സ് വരാം, പിന്നെ നമ്മുടെ വെതർ കണ്ടീഷൻ വരാം, സൺലൈറ്റ് വരാം, സോയിലിന്റെ ഫെർട്ടിലിറ്റി വരാം. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈൽഡ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോ, അതായത് മോർ ദാൻ 2 ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുമ്പോ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നിനെ മാത്രം കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആഫ്റ്റർ എലിമിനേറ്റിംഗ് ദ എഫക്ട് ഓഫ് x3 നമ്മൾ ബാക്കിയുള്ളതിനെ, അതായത് ഇപ്പം ഞാനിപ്പോ ഈൽഡും വെതർ കണ്ടീഷനും കൂടെ സ്റ്റഡി ചെയ്യാണ്. ആഫ്റ്റർ എലിമിനേറ്റിംഗ് ഓൾ അതേഴ്സ്, ബാക്കിയുള്ളതിനൊക്കെ ഞാൻ അവിടെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യാം. എലിമിനേറ്റ് ഇൻ ദ സെൻസ് വി സപ്രസ് ദാറ്റ് വേരിയബിൾ ഓൾസോ. നമ്മൾ ബാക്കിയുള്ള ആ വേരിയബിൾസിനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യല്ല. അതാണ് പാർഷ്യൽ കോറിലേഷൻ. ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താ? ഒരേ സമയത്ത് നമ്മൾ ഇതിനെ എല്ലാം കൂടെ സ്റ്റഡി ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x2. x1 ഉം x2 ഉം തമ്മിലുള്ള കോറിലേഷൻ തന്നിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഇസ് R12 തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.4. ആൻഡ് x1 ആൻഡ് x3 കോറിലേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് R13, ദാറ്റ്സ് ഈക്വൽ ടു 0.6. and x3 and x2 തന്നിട്ടുണ്ട്, that is R23 or R32, both are equal, that is equal to 0.8 also. Then what is the partial correlation between x1 and x2? That means R12, 0.3 after eliminating 3, so 0.3. ഇതിന്റെ ഇക്വേഷൻ എന്താ? ഇത് ഓൾസോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ തിയറി അറിയില്ല അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാനുള്ള എളുപ്പ വഴിയും ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനം മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കോളുക. അപ്പൊ R12.3യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് R12 minus R13 R23 the whole divided by square root of 1 minus R13 square into 1 minus R23 square. ഒന്നുമില്ല, സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ, സോൾവ് ചെയ്യാന്നുള്ളതാണ്. സോ 0.4 minus 0.6 into 0.8 the whole divided by square root of 1 minus R13, that is 0.6 square into 1 minus 0.23 square, that is 0.8 square. സോൾവ് ചെയ്ത് നോക്കിക്കോളാം. നമ്മൾ എപ്പോഴും സോൾവിങ് നിങ്ങൾക്ക് വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Solve ചെയ്യുമ്പോൾ the final answer will be 1/6. Minus 1/6 is the answer. Okay. അപ്പൊ correlation നമുക്ക് minus 1/6 കിട്ടി. So the answer is option A, minus 1/6. ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരെ. നമുക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് സ്ലൈഡ് പുറകോട്ട് പോകാൻ പറ്റില്ല, ഫ്രണ്ടിലേട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് തിരുത്തിക്കോണേ. അല്ല, നമ്മൾ ഓപ്ഷൻ സി തന്നെയാ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ഓൾസോ. അപ്പൊ അത് വിട്ടേക്ക്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി തന്നെ. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. If x is equal to x1, x2, x3, that follows n3 0 sigma, that is 3 variable, അതാണ് n3 എന്ന് ഉദ്ദേശിക്കുന്നത്. And that sigma dispersion matrix is given 1 0 0 0 4 0 0 0 2. Then the distribution of x1 square plus 1/4 x2 square plus 1/2 x3 square is the question. Actually ഇത് കാണുമ്പോൾ ഇത് മൾട്ടിവേരിയേറ്റിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? Why it is called the multivariate? More than 2 variables. ഇവിടെ more than 2 variables ഉണ്ട്. So simply it is a multivariate question. അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിസ്പെർഷൻ മെട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിസ്പെർഷൻ മെട്രിക്സിൽ നിന്ന് നമുക്ക് x1ന്റെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. എങ്ങനെയാ? ദാറ്റ് ഫോളോസ് n0. കാരണം ഈ എക്സുകളുടെ എല്ലാം മീൻ വെക്ടർ 0 ആണ്. മീൻ വെക്ടർ 0 എന്ന് പറഞ്ഞാൽ mu vector is equal to 0 0 0. So എല്ലാത്തിന്റെയും മീൻ 0 ആണെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാത്തിന്റെയും മീൻ 0 ആണെന്നാണ് അതിന്റെ അർത്ഥം.
So mean vector is equal to 0, 0, 0. And ഈ സിഗ്മ തന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇത് x1 ന്റെ വേരിയൻസ്, ഇത് x2 ന്റെ വേരിയൻസ്, ഇത് x3 യുടെ വേരിയൻസ്. അപ്പൊ ഈ 0, 0 തന്നിരിക്കുന്നതൊക്കെ എന്താ? ഇത് x1 ഉം x2 ഉം തമ്മിലുള്ള കോവേരിയൻസ്, ഇത് x1 ഉം x3 ഉം തമ്മിലുള്ള കോവേരിയൻസ്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാ വേരിയബിളും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്. ബിക്കോസ് കോവേരിയൻസ് എല്ലായിടത്തും 0 ആണ്. വേരിയബിലിറ്റി മാത്രമേ ഉള്ളൂ അവിടെ 1, 4, 2 എന്നുള്ളത്. ബാക്കി എന്താ? അപ്പർ ഡയഗണലും ലോവർ ഡയഗണലും എല്ലാ സംഭവങ്ങളും എന്ത് തന്നെയാണ്? 0 ആണ്. ദാറ്റ് മീൻസ് ദ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് ഈച്ച് അതർ. വേരിയബിൾസ് എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ x1 എന്താ ഫോളോ ചെയ്യുന്നത്? മീൻ എന്തായാലും 0 യാ. വേരിയൻസ് എന്താ? 1. അപ്പൊ x2 എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമൽ വിത്ത് 0, 4. അപ്പൊ x3 എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമൽ വിത്ത് 0, 2. സിമ്പിൾ. ഇനി x1 എന്തായാലും സ്റ്റാൻഡേർഡ് നോർമലാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ x1 ന്റെ സ്ക്വയർ കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് ബേസിക് റിസൾട്ട് ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി x2 പക്ഷെ സ്റ്റാൻഡേർഡ് നോർമൽ അല്ല. അതിനെ അങ്ങനെ ആക്കിയാലേ നമുക്ക് കൈ സ്ക്വയറിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x2 by 2 follows chi square with 1 degrees of freedom. അടുത്ത അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാം? x3 by root 2. കാരണം നമ്മൾ സിഗ്മ കൊണ്ടിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സ്ക്വയർ ആണ്. സ്ക്വയർ follows chi square with 1 degrees of freedom. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ x1 സ്ക്വയർ, ഈ x2 സ്ക്വയർ by 4, ഈ x3 സ്ക്വയർ by 2 follows chi square with 1, 2, 3 degrees of freedom. That is the addition theorem. Chi square ന് addition theorem ഉണ്ട്. അപ്പൊ ചോദിക്കും addition theorem സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവേണ്ടേ? ഒബ്വിയസ്ലി ദീസ് ആർ ഇൻഡിപെൻഡന്റ്. അതുകൊണ്ടാണ് ഡിസ്പെർഷൻ മെട്രിക്സിന്റെ ഓഫ് ഡയഗണൽസും ഡയഗണൽസും ഒക്കെ ഡയഗണൽസ് അല്ല, ഓഫ് ഡയഗണൽസ് ഒക്കെ 0 വന്നിട്ടുള്ളത്. കോവേരിയൻസ് 0 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട്. സോ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ക്വസ്റ്റൻ ഇസ് സിംപ്ലി യൂണിവേരിയേറ്റ് കേസ്. പക്ഷേ ദിസ് ഇസ് എ ക്വസ്റ്റൻ ഓഫ് മൾട്ടിവേരിയേറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചുമ്മാതെ ചെയ്ത് പോവാണ്ട് എങ്ങനെ സിംപ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പൊ x1 square plus x2 square by 4 plus x3 square by 2 follows chi square with 3 degrees of freedom. So the answer is obviously B, chi square with 3 degrees of freedom. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൽസറി ആയിട്ടും ചോദിക്കും കേട്ടോ. മൾട്ടിവേരിയേറ്റ് എന്ന് ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിക്കുള്ളൂ ചോദിച്ചാൽ. Sixth question. This is also very simple question. If x follows x1, x2, x3, this is also a multivariate question because 3 variables are present where mu is equal to 1, 1, 1. അതായത് ഇവിടെ mu 0 അല്ല. എല്ലാ വേരിയബിളിന്റെയും മീൻ വാല്യൂ 1 ആണ്. And dispersion matrix തന്നിട്ടുണ്ട് 1 alpha alpha square, alpha 1 0, alpha square 0 1. Dispersion matrix തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഓഫ് ഡയഗണൽസും 0 അല്ല. ഓക്കെ, അതിന്റെ അർത്ഥം ഏതൊക്കെയോ വേരിയബിൾ ഡിപെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ക്യാപിറ്റൽ Y ഈസ് ഈക്വൽ ടു y1, അത് x1 x2 ആണ്. ഇനി y2 എന്ന് പറയുന്നത് x3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് y1 given y2. y1 given y2 ന്റെ കോവേരിയൻസ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? കുറെ ചെയ്യാനുണ്ടോ? ഇല്ല. നമുക്ക് ഒരിക്കലും ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യനില് കുറെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. എന്തെങ്കിലും ഒരു ഇക്വേഷൻ ബിഹൈൻഡ് ദാറ്റ് ഉണ്ടാവും. ഇവിടെ ആ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ മൾട്ടിവേരിയേറ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കോവേരിയൻസ് ഓഫ് y1 given y2 is equal to, അതായത് ഇവിടെ y1 എന്താ? x1 x2, y2 എന്താ? x3. അപ്പൊ നമുക്ക് ഈ സിഗ്മേനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. കാരണം y1 ല് x1 ഉം x2 ആണ്, y2 ൽ x3 ആണ്. ഓക്കെ, അപ്പോ x1 ഉം x3 ഉം തമ്മിലുള്ളത് വേണം, x1 ഉം x2 ഉം തമ്മിലുള്ളത് വേണം. അതായത് x1 x2 is a one set, അത് ഒരു വെക്ടർ ആണ്. x3 വേറെയാണ്. അങ്ങനെ x3 മാത്രമായിട്ട് മാറി നിൽക്കുമ്പോ അപ്പൊ ഈ x3 യുടെ ആളെ മാത്രമായിട്ട് മാറി നിർത്തണം എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഇതിനെ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം.
ഈ ഒരു വെക്ടർ, ഈ ഒരു മെട്രിക്സിനെ സിഗ്മ 1 1 എന്ന് വിളിക്കാം, ഇതിനെ സിഗ്മ 1 2 എന്ന് വിളിക്കാം, ഇതിനെ സിഗ്മ 2 1 എന്ന് വിളിക്കാം, ഇതിനെ സിഗ്മ 2 2 എന്ന് വിളിക്കാം. അപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തേ? y1ല് x1ഉം x2ഉം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ x1ഉം x2ഉം കൂടെ ഒന്നിനകത്ത് കിട്ടണം. അപ്പൊ x1ന്റെ x2ന്റെ 1 2കൾ വരുന്ന കോമ്പിനേഷൻസ് എല്ലാം ഒരു സെറ്റിൽ കിട്ടണം, ഒരു മെട്രിക്സിൽ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തത്. അതായത് ഇത് 1 1, ഇത് 1 2, ഇത് 2 1, ഇത് 2 2. അപ്പൊ 1 ഉം 2 എല്ലാം കൂടെ ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടി. ബാക്കിയുള്ളത് ഇങ്ങനെയും കിട്ടി. ഓക്കെ. അപ്പൊ സിഗ്മ 1 1 എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? 1 ആൽഫ ആൽഫ 1. സിഗ്മ 1 2 എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? ആൽഫ സ്ക്വയർ 0. സിഗ്മ 2 1 എന്താ? alpha square 0. And finally sigma 2 2 എന്താ? That is simply 1. Okay. ഇനി y1 ഉം y2 ന്റെ കോവേരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മ 1 1 മൈനസ് സിഗ്മ 1 2 സിഗ്മ 2 2 ഇൻവേഴ്സ് സിഗ്മ 2 1. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ എന്താ പറയാ നോർമലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഹൗ? സിഗ്മ 1 1 മൈനസ് സിഗ്മ 1 2 ഇൻറ്റു സിഗ്മ 2 1 ബിക്കോസ് സിഗ്മ 2 2 ഇൻവേഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താ പറയാ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യം ബേസിക്കലി വരുന്നില്ല. അപ്പൊ കൊവേരിയൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പൊ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഇക്വേഷൻ എന്താ ഇവിടെ? നമുക്കൊരു ഫൈനൽ മൊമെന്റ് ആണിത്. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കമ്പൽസറി ആയിട്ടും പഠിച്ചു വെക്കാം. ഇത് നോക്കിയാൽ മതി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ള ഇക്വേഷൻ തന്നെയാണ്. ഇനി ഒന്നുമില്ല, ഇവാലുവേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1 ആൽഫ ആൽഫ 1 മൈനസ് 1 2 ആൽഫ സ്ക്വയർ 0 ആൽഫ സ്ക്വയർ 0. സോ 1 ആൽഫ ആൽഫ 1 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ആൽഫ റേസ് ടു 4 0. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 0 0. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ റേസ് ടു 4 ആൽഫ ആൽഫ. അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. കണ്ടോ? പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? ബട്ട് ഇറ്റ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റൻ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. Seventh question. Let xt, t element of capital T is a stochastic process such that the random variables xt2 minus xt1, xt3 minus xt2, etc. up to xtn minus xtn minus 1 are independent for all choices of t1 less than, t2 less than, etc. up to less than tn. Then the process is called, എന്താ വിളിക്കുക? അറിയാലോ stochastic process. Stochastic process എന്ന് പറയുന്നത് ചില കോളേജസിൽ വരുന്നില്ല, ചില കോളേജസിൽ മാത്രം വരുന്ന ഒരു എലക്ടീവ് പേപ്പർ ആണ്. എലക്ടീവ് ഒരു ഓപ്ഷണൽ പേപ്പർ ആണ്. അപ്പൊ ഈ സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിന്റെ സ്റ്റഡിയാണ്. അതായത് നമ്മൾ ഒരു റാൻഡം വേരിയബിളിനെ പഠിച്ചിട്ടുണ്ട് യൂണിവേരിയേറ്റ് കേസ്, രണ്ട് റാൻഡം വേരിയബിളിനെ പഠിച്ചിട്ടുണ്ട് ബൈവേരിയേറ്റ് കേസ്. പക്ഷെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ്. അതൊരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. ഓക്കെ, stochastic process എന്ന് പറയുന്നത് is a collection of random variables. അപ്പോൾ അത് നമുക്ക് അതിന്റെ പ്ലേലിസ്റ്റ് ഒന്നും ഇല്ല, നമ്മൾ അത് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതിന്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് stochastic പ്രോസസ്സിന്റെ കൺഫേം ആയിട്ടും നമുക്ക് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. stochastic അങ്ങനെ എല്ലാത്തിനും വരാത്തൊരു പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പൊ ഇത് പോയിസോൺ പ്രോസസ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു stochastic പ്രോസസ്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ xt2 അതായത് t2 എന്ന് പറയുന്ന പോയിന്റിലുള്ള റാൻഡം വേരിയബിൾ മൈനസ് t1 എന്ന് പറയുന്ന പോയിന്റിലുള്ള റാൻഡം വേരിയബിൾ, t3 എന്ന് പറയുന്ന പോയിന്റിലുള്ള റാൻഡം വേരിയബിൾ മൈനസ് t2 എന്ന് പറയുന്ന പോയിന്റിലുള്ള റാൻഡം വേരിയബിൾ, ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകൾ എടുത്താൽ ഒരു ആ പോയിന്റ് ഓഫ് ടൈമും പറഞ്ഞിട്ടുണ്ട്, t1 ലെസ് ദാൻ, t2 ലെസ് ദാൻ, എക്സെട്ര tn. ഈ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേര് പ്രോസസ് വിത്ത് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ്സ്. Process with independent increment. Process with independent increments.
ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത് ഞങ്ങൾക്ക് അറിയില്ല, ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാം. കമന്റ് ബോക്സിൽ പറയാട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. 8th question. This is also from the stochastic process portion. എന്നാലും നമുക്ക് പറയാം. Let xt t greater than or equal to 0 be a Poisson process with intensity parameter 2.5. Suppose each occurrence of an event is registered with probability 0.2 independent of other occurrences. Let yt t greater than or equal to 0 be the process of registered occurrences. Then y of t is a Poisson process with parameter. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ നോക്കാം. നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് xt എന്ന് പറയുന്നത് ഒരു പോയിസോൺ പ്രോസസ് ആണ്. ഒരു പോയിസോൺ പ്രോസസ് ആണ്. അതിന്റെ ഇന്റൻസിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, ഇതൊരു പോയിസോൺ പ്രോസസ് ആണ്. അതിന്റെ ഇന്റൻസിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് 2.5 ആണ്. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് the event is registered with the probability 0.2. അത് probability 0.2 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ശരിക്കും യൂസ് ചെയ്യുന്നത് തിന്നിങ് തിയറം ആണ്. തിന്നിങ് തിയറം ഓഫ് പോയിസോൺ പ്രോസസ്. ഓക്കെ, അപ്പൊ തിന്നിങ് തിയറം ഓഫ് പോയിസോൺ പ്രോസസ് അനുസരിച്ച് if events from a Poisson process with rate lambda are independently selected with probability p. Okay, അപ്പോ ഒരു പോയിസോൺ പ്രോസസ്സിലെ ഇവന്റുകൾ ലാംഡ റേറ്റ് ഉള്ള ഒരു പോയിസോൺ പ്രോസസ്സിന്റെ ഇവന്റുകൾ പ്രോബബിലിറ്റി p അനുസരിച്ചാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. Then the resulting process of selected events is also a Poisson process. അപ്പൊ റിസൾട്ടഡ് ഇവന്റുകൾ വീണ്ടും പോയിസോൺ പ്രോസസ് ആയിരിക്കും. അപ്പൊ എന്താണ് ന്യൂ ഇന്റൻസിറ്റി പാരാമീറ്റർ? അതാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നും കൂടെ പറയാം, നമുക്ക് തിന്നിങ് തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. തിന്നിങ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. തിന്നിങ് തിയറം അനുസരിച്ച് ഒരു പോയിസോൺ പ്രോസസ്സിന്റെ ഇവന്റുകളൊക്കെ റേറ്റ് ലാംഡയിലാണ് നമ്മൾ പറയുന്നത്. അത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ്ലി. Then the resulting process എന്ന് പറയുന്നത് again ഒരു പോയിസോൺ പ്രോസസ് ആയിരിക്കും. അതിന്റെ ഇന്റൻസിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ലാംഡ y is equal to ലാംഡ into ആ p ആയിരിക്കും. ഇവിടെ ലാംഡ എന്താ 2.5, പ്രോബബിലിറ്റി എന്താ 0.2. So final answer is 0.5. Option D. Simple അല്ലേ? Option D 0.5. Okay. Okay. 9th question. Semi-averages method is used for measurement of trend when trend is linear. Observed data contains yearly values. The given time series contains odd number of value and none of this. ഇതിൽ എന്താണ് വരുന്നത്? സെമി ആവറേജ് മെത്തേഡ് യൂസ്. സെമി ആവറേജ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അത് ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് ഇത് വരുന്നത് ആക്ച്വലി ഏത് പോർഷനിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ടൈം സീരീസ് അനാലിസിസിൽ നിന്നാണ്. ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സീരീസിന്റെയും എന്തുണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. നമുക്ക് ഒന്നിൽ കുറെ പ്ലേലിസ്റ്റുകൾ മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ സെമി ആവറേജ് മെത്തേഡ് എന്താണെന്ന് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളാം. നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്, ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കയറി നോക്കിക്കോളാം. അപ്പൊ അവിടെ ഒരു ടൈം സീരീസിന്റെ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് ട്രെൻഡ് എന്ന് പറയുന്നത്, ലീനിയർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ലീനിയർ ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകളിൽ ഒന്നാണ് സെമി ആവറേജ് മെത്തേഡ്. അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി വെൻ ദ ട്രെൻഡ് ഇസ് ലീനിയർ.
ട്രെൻഡ് ലീനിയർ ആവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ട്രെൻഡ് ലീനിയർ ആവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? when the trend is linear. 10th question. Find x in the following table if last year's and past year's price index numbers are equal. Past year's index number last year's index number equal ആണെങ്കിൽ, last year's index number past year's index number equal ആണെങ്കിൽ, ഈ ടേബിളില് മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളുണ്ട്, അതിനെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമുക്കൊരു ഹിന്റ് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയേഴ്സിന്റെയും പാഷിയുടെയും ഇൻഡെക്സ് നമ്പർ ഈക്വൽ ആണ്. ഇനി ഞാൻ പറയട്ടെ, ഇത് ഏത് പോർഷനിൽ നിന്ന് വരുന്നതാ? ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അതും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്, ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ യൂട്യൂബില്. അപ്പൊ നിങ്ങൾ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പ്ലേലിസ്റ്റ് കയറി കാണുക. അപ്പൊ അതിൽ ലാസ്റ്റ് ഇയേഴ്സും പാഷീസും അതിന്റെ ഇക്വേഷൻസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കയറി കണ്ടോളുക. ഇനി ഇതൊരു ലാസ്റ്റ് മൊമെന്റ് ഒരു ടച്ചപ്പ് ആണല്ലോ. അപ്പൊ ഞാൻ ഒന്ന് എടുത്ത് പറയാം. ലാസ്റ്റ് ഇയേഴ്സിന്റെയും പാഷിയുടെയും ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷൻ അറിയാത്തവർ പഠിച്ചു വെച്ചോളാം. സമ്മേഷൻ ഓഫ് P1 Q0 divided by summation of P0 Q0 into 100. That means in last year's index numbers we completely use base year quantity, and Pashi's index number is equal to summation of P1 Q1 by summation of P0 Q1 into 100. That means in Pashi's index number we completely use current year quantity. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പൊ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? 100 പോവല്ലോ. അപ്പോ so P1 Q0 by summation P0 Q0 is equal to summation of P1 Q1 by summation of P0 Q1. സിമ്പിൾ അല്ലേ? എങ്ങനെ? P1 അതായത് കറന്റ് ഇയർ പ്രൈസ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി. അപ്പൊ കറന്റ് ഇയർ പ്രൈസ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി. അപ്പോ 10 into 2 plus x into 5. The whole divided by base year price, base year quantity. Base year price, base year quantity. Appo 5 into 2 plus 4 into 5. That's equal to current year price into current year quantity. Appo 10 into 3 plus 5 into x. The whole divided by random base year la price, current year la quantity. Appo 5 into 3 plus 4 into 5. ഇനി ഒന്നുമില്ല, ചുമ്മാ ചെയ്താൽ മതി. 20 plus 5x by 30 is equal to 30 plus 5x by 35. ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോ ഫൈനലി 25x is equal to 200. X is equal to 200 by 25, that is 8. So final answer option 8 വരും. അതായത് ഈ എക്സിന്റെ വാല്യൂ ഇവിടെ 8 ആണ് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ എന്താ അറിയണം? ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ബേസിക്കലി നമ്മൾ അറിയണം. ഓക്കെ, ഈ ലാസ്റ്റ് ഇയേഴ്സും പാഷീസും ഒക്കെ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. റിസർച്ച് ഓഫീസറിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്ന് കുറെ MCQs ഉണ്ട്. ഇപ്പോ ലാസ്റ്റ് ഇയേഴ്സിന്റെ ബയസ് എന്താണ്, അപ്വേർഡ് ബയാസ് ആണോ ബാക്ക്വേർഡ് ബയാസ് ആണോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കയറി കണ്ടോളാം. Now 11th question. This is very simple question.
If x1, x2, etc., xn be a random sample from Poisson process Poisson distribution with mean theta and theta element of 0 infinity. If x bar is equal to 1 by n summation of xi, then the unbiased estimator of 1 by theta. 1 by theta unbiased estimator ആണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്ത് കളഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അല്ലേ? ഒരുപാട് നമ്മൾ ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻ ആണിത്. ശരിയല്ലേ? പക്ഷെ ആ ചെയ്തതൊക്കെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആയിരുന്നു. ഇവിടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് 1 by തീറ്റ ആണ്. അതായത് നമുക്ക് അറിയാവുന്ന റിസൾട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു തീറ്റ ആണ്. പക്ഷെ 1 by തീറ്റ വരുമ്പോ അത് ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ ശ്രമിക്കും എക്സ്പെക്ടേഷൻ ഓഫ് 1 by x bar കണ്ടുപിടിക്കാൻ. അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനെ അതിന്റെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടിയിൽ ലീനിയാരിറ്റി മാത്രമേ വരുന്നുള്ളൂ. 1 by x bar ഒരിക്കലും ലീനിയർ അല്ല. ലീനിയർ ആണെങ്കിൽ നമുക്ക് 1 by തീറ്റയുടെ 1 by x bar ആണെന്ന് പറയാമായിരുന്നു. പക്ഷെ അൺബയാസ്ഡിന്റെ ഇൻവേരിയൻസ് പ്രോപ്പർട്ടിയിൽ ലീനിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. അതായത് എക്സ് ബാർ പ്ലസ് 1ന്റെ ആണെങ്കിൽ തീറ്റ പ്ലസ് 1 ആണെന്ന് പറയാം. പക്ഷെ 1 by x bar ലീനിയർ അല്ല. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് ഇല്ല. സോ ഡസ് നോട്ട് എക്സിസ്റ്റ്. അത് അൺബയാസ്ഡ് ആയതുകൊണ്ടാണ്. പക്ഷെ കൺസിസ്റ്റൻസി ഒക്കെ വരുമ്പോൾ മാറും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അൺബയാസ്ഡിന് ഇൻവേരിയൻസ് പ്രോപ്പർട്ടിയിൽ ലീനിയാരിറ്റി ആണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ലീനിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ. Twelfth question. Let x1, x2, etc. xn be a random sample from uniform theta plus 1, where theta element of minus infinity to infinity. If xn is equal to maximum of x1, x2, etc. xn and x1 is equal to minimum of x1, x2, etc. xn, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? Then which among the following statement is or are true? ഏതാണ് ശരി? അപ്പൊ ചോദിച്ചിട്ടുള്ളത് യൂണിഫോം തീറ്റ പ്ലസ് 1. അതിന്റെ അർത്ഥം എന്താ? യൂണിഫോം തീറ്റ പ്ലസ് 1. അതായത് അതിന്റെ എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കുക എന്നറിയോ? 1 if തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ പ്ലസ് 1. അതെന്തുകൊണ്ടാ? തീറ്റയ്ക്കും തീറ്റ പ്ലസ് 1നും ഇടയ്ക്കാണ്. ഈ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ആണ്. കാരണം x1 ഏറ്റവും മിനിമവും xn ഏറ്റവും മാക്സിമവും ആണ്. അപ്പൊ അങ്ങനെയല്ലേ വരുള്ളൂ. അതായത് നമ്മൾ വരച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീറ്റയും ഇവിടെ തീറ്റ പ്ലസ് 1ഉം ആണെങ്കിൽ തീറ്റയോട് അടുത്ത് നിൽക്കുന്നത് x1ഉം തീറ്റ പ്ലസ് 1നോട് അടുത്ത് നിൽക്കുന്നത് xn ആയിരിക്കും. ഇനി ഇതിൽ ഏതാണ് ശരി? x1 xn is minimal sufficient but not complete sufficient statistic. x1 xn is complete sufficient statistic. xn x1 that is minimal sufficient and that is complete sufficient. ഇതിൽ ഏതാണ് ആൻസർ വരാ? ഇത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരാണ് നിങ്ങൾക്ക്. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആണ്. തീറ്റ പ്ലസ് 1 ഏകദേശം ഒരേപോലെ വരുള്ളൂ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇതിന്റെ ഹിന്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ പറ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പൗസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. So now last question. Let x1, x2, etc. xn be a random sample from n mu1 and x bar that is the sample mean. If it is not that mu must be non-negative, then MLE of mu ആണ് question. mu ന്റെ MLE. അപ്പൊ എല്ലാരും പറയും അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതല്ലേ, നമ്മുടെ എന്താ MLE പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ സാമ്പിൾ മീൻ എപ്പോഴും പോപ്പുലേഷൻ മീന്റെ MLE ആയിരിക്കും ഒരുവിധം എല്ലാ കേസിലും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മ്യൂവിന്റെ MLE എന്ന് പറയുന്നത് എക്സ് ബാർ അല്ലേ, അതിപ്പോ കൂടുതൽ പറയാൻ എന്താ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ അവർ പറയാതെ പറയുന്നുണ്ട്, ദാറ്റ് ഇസ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. ബിക്കോസ്
മ്യൂവിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. മ്യൂവിന്റെ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റിക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കാണ്. അപ്പൊ മ്യൂ മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. മ്യൂ നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ MLE വ്യത്യാസം വരും. അപ്പൊ MLE എന്താ വരിക? ഓപ്ഷൻ സി. അതായത് മ്യൂ ക്യാപ് എക്സ് ബാർ തന്നെയാണ്, പക്ഷെ നോൺ നെഗറ്റീവ് എന്നുള്ള കണ്ടീഷനും കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റ് ആണ്. മാക്സിമം ബാക്കിയും ഈ പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.